സിമിയാമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഷാർജയിലെ അൽമജാസിൽ പോയതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അവിടെ നിന്നും ഇറങ്ങി ജുബൈൽ ബസ് സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ ഷാർജ 2 വില്ലേജിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നത് കണ്ടു. അവിടെ കയറിയതിൻ്റെ വിശേഷങ്ങൾ പറയുന്ന മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാം യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ കയറുകയുണ്ടായി. ഞങ്ങൾ കയറുമ്പോൾ ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം അവിടുന്ന് ആളുകളൊക്കെ തിരിച്ചിറങ്ങുന്നതാണ് കണ്ടത്. ഏതാണ്ട് ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ഷോപ്പിലെ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നൊരു പ്രോഗ്രാം എന്നാണ്. അവർ പറഞ്ഞത് ഇത് വർഷത്തിൽ 3 ദിവസം മാത്രം നടക്കുന്ന പ്രോഗ്രാമാണ് എന്നൊക്കെ ആയിരുന്നു. എന്നാൽ അവിടെ എഴുതി വെച്ചിരുന്നത് സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന ഇൻ്റർനാഷണൽ ടൂർ ഫോർ സൈക്ലിംഗ് എന്നൊരു പ്രോഗ്രാം എന്നാണ്. ഇത് ജനുവരി 27 മുതൽ 31 വരെയാണ് ഉള്ളത്. UAE വന്നിട്ട് കുറേ കാലങ്ങളായെങ്കിലും ആദ്യമായിട്ടാണ് അവരുടെ ട്രഡീഷണൽ ഡാൻസ് നേരിട്ട് കാണാൻ പറ്റുന്നത്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. السلام عليكم جماعة، سامحوني وقفت الفرقة. هذه رقصة شعبية إماراتية ونتمنى من الفرقة يختارون من الأطفال يعلمون. المعودات تقروا عليه، المعودات تقروا عليه عن حاسد وعين الحسد. المعودات تقروا عليه، المعودات تقروا عليه عن حاسد وعين الحسد. ما له على الدنيا شبيه، ما له على الدنيا شبيه، ما يشبه الله يا بك الله، الله يا بك الله، شوف غناتي والسعد. أحن له واشتاق له، أحن له واشتاق له، باقي وداده للأبد. قلبي معك لا تسأله، حاسس له ودقلة وميلة، نسناسه داع الهموم ودقلة وميلة. 2-3 ഡാൻസിൻ്റെ പല പല ഭാഗങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇത് നിങ്ങളെ ബോറടിപ്പിച്ചോ എന്നെനിക്കറിയില്ല. പക്ഷെ അവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസമായിട്ടാണ് തോന്നിയത്. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഈ പ്രോഗ്രാമിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഷോപ്പിൽ കണ്ട 1-2 ആൾക്കാരോട് ചോദിക്കുകയുണ്ടായി. പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ല, അറബിക്കാണ് അറിയാവുന്നത്. അങ്ങനെ അവരിൽ നിന്ന് അറിഞ്ഞതാണ് ഇതൊരു ചാരിറ്റി പ്രോഗ്രാം ആണെന്നും ഇത് എല്ലാ വർഷവും ഈ സമയത്ത് നടക്കാറുണ്ട് എന്നൊക്കെ. ഈ കേട്ടതൊക്കെ എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. സാധാരണ എവിടെ പോയാലും മലയാളികളെ കാണാറുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു മലയാളിയെയും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അന്വേഷിച്ച് നിൽക്കാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ ഇരിക്കുന്നവരൊക്കെ ഇവിടുത്തെ തന്നെ അറബ്സ് ആണോ അതേ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് അറബി സംസാരിക്കുന്ന ആൾക്കാരാണോ എന്നൊന്നും എനിക്കറിയില്ല. കൂടുതലായിട്ട് അന്വേഷിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ വീഡിയോ എടുത്ത് ഇറങ്ങുകയാണ് ചെയ്തത്. ഈ ഇരിക്കുന്നവരൊക്കെ ഇവിടുത്തെ തന്നെ അറബ്സ് ആയാലും അല്ലെങ്കിലും ഇവിടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ നടക്കുന്ന പ്രതീതിയാണ്. ഇവിടേക്ക് ഞാൻ പോകുന്നത് 29-ാം തീയതിയാണ്. അപ്പോൾ 2 ദിവസം മാത്രമേ ഇനി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് എല്ലാം വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. അതോ ഞങ്ങൾ ലേറ്റായി എത്തിയത് കൊണ്ട് വൈൻഡപ്പ് ചെയ്ത് തുടങ്ങിയതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇനി 31-ാം തീയതിയോട് കൂടി ഇത് അവസാനിക്കും. വളരെ കുറച്ച് ഏരിയ മാത്രമേ കാണാനുള്ളൂ. എന്നാൽ പോലും വളരെ നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.